Hello, yes, this is Jackie speaking. വർഷം 1973 ജൂലൈ 23 റോബർട്ട് ക്ലോസിന്റെ സംവിധാനത്തിൽ ഒരു ബ്രൂസ് ലീ ചിത്രം പുറത്തിറങ്ങി. ചിത്രത്തിന്റെ പേര് എൻഡർ ദ ഡ്രാഗൺ. ചിത്രത്തിൽ ഒരു ചെറിയ ഫൈറ്റ് സീനിൽ ബ്രൂസ് ലീയുടെ കൂടെ ഒരു ചെറുപ്പക്കാരൻ അന്ന് അഭിനയിച്ചിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അതേ ചെറുപ്പക്കാരൻ തന്നെ ആക്ഷൻ കോമഡി സിനിമകളുടെ രാജാവ് എന്നറിയപ്പെടാൻ തുടങ്ങി. അതെ, ചാൻ കോങ് സാങ് എന്ന ജാക്കി ചാൻ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു മോഷണക്കേസിൽ ഒരു യുവതിയെ പോലീസ് പിടികൂടി ജയിലിൽ അടയ്ക്കുന്നു. ജയിലിൽ വെച്ച ആ യുവതി പിന്നീട് ഒരു സ്പൈയുമായി പ്രണയത്തിലാകുന്നു. പിന്നീട് 1957 ഏപ്രിൽ 7 അവർ ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നു. നിരവധി കഷ്ടപ്പാടുകളുടെയും ദാരിദ്ര്യങ്ങളുടെയും നടുവിൽ അവർ ആ കുട്ടിയെ വളർത്തി. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഒരിക്കൽ ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി അവർ ആ കുട്ടിയെ വിൽക്കാൻ വരെ ശ്രമിച്ചിരുന്നു. മുതിർന്നപ്പോൾ അവൻ പല ജോലികളും ചെയ്തു. പതിയെ സിനിമയിൽ സ്റ്റണ്ട് കൊറിയോഗ്രാഫറായും ഫൈറ്റ് സീനിൽ ഡ്യൂപ്പിട്ടും അയാൾ സിനിമയിലേക്ക് കടന്നു വന്നു. പിന്നീട് തനിക്ക് കിട്ടിയ ആദ്യ 2 സിനിമകളിലൂടെ അഭിനയത്തിലോട്ട് അയാൾ കടന്നു. പക്ഷേ അവിടെയും അയാളെ കാത്തിരുന്നത് പരാജയമായിരുന്നു. പിന്നീട് പതിയെ ആക്ഷൻ കോമഡി സിനിമകളിലൂടെ കൂടുതൽ ശ്രദ്ധ നേടിയെടുത്ത ജാക്കി പതിയെ ജനങ്ങളുടെ മനസ്സിൽ ഒരു ആക്ഷൻ ഹീറോ ആയി മാറി. ആദ്യകാല പടങ്ങളിൽ ജാക്കിയുടെ അഭിനയവും ആക്ഷനും കണ്ട പ്രേക്ഷകർ ഇയാൾ മറ്റൊരു ബ്രൂസ് ലീ ആകാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് വരെ പറഞ്ഞു. അവരോട് ജാക്കി അന്ന് പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു. താൻ മറ്റൊരു ബ്രൂസ് ലീ ആകാൻ വേണ്ടി വന്നതല്ല, ആദ്യത്തെ ജാക്കി ചാൻ എന്നറിയപ്പെടാൻ വേണ്ടി വന്നതാണ്. ഓരോ സിനിമാ സെറ്റിൽ നിന്നും ഹോസ്പിറ്റലിലേക്കായിരുന്നു ജാക്കി കൂടുതൽ സഞ്ചരിച്ചിരുന്നത്. അത്രമേൽ പരിക്കുകൾ ആ ശരീരത്തുണ്ട്. ഒരിക്കൽ ആമർ ഓഫ് ദ ഗോഡ് എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ജാക്കിക്ക് ഉണ്ടായ അപകടത്തിൽ തലയോട്ടിയിൽ ഒരു കല്ല് കുത്തിക്കയറുകയും അതുമൂലം 2 ആഴ്ചയോളം ജാക്കി കോമയിൽ കിടക്കുകയും ചെയ്തിരുന്നു. 200ഓളം സിനിമകൾ, 60 വർഷത്തെ സിനിമ എക്സ്പീരിയൻസ്, അതുമൂലം തനിക്ക് കിട്ടിയത് 3000ഓളം പരിക്കുകൾ, 4 തവണയിൽ ഏറെ മൂക്കിന്റെ പാലം ഒടിഞ്ഞു. ഇത്രയേറെ പരിക്ക് പറ്റിയിട്ടും വീണ്ടും എന്തിന് അഭിനയിക്കാൻ പോകുന്നു എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിന്റെ പാഷൻ കൊണ്ട് മാത്രമാണ്.